ഇടുക്കിയിൽ കാട്ടാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. മറയൂർ സ്വദേശി വിമലാണ് മരിച്ചത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, എപ്പോഴാണ് സംഭവം? അതിര 8:45 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇടുക്കി മറയൂര് ചിന്നാർ വനമേഖലയോട് ചേർന്ന് ചമ്പക്കാട് എന്ന പ്രദേശത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ആദിവാസിയായ വിമൽ ആണ് കൊല്ലപ്പെട്ടത്. 57 വയസ്സുള്ള ആളാണ് വിമൽ ഇക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകനാണ്. അതായത് ഈ ആദിവാസികളെ നിയോഗിച്ചിട്ടുള്ളതാണ് സർക്കാർ. ഇത്തരം വനമേഖലയിലെ ചില എക്കോ ഡെവലപ്മെന്റ് കാര്യങ്ങൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ നിയോഗിച്ചിട്ടുള്ള ആളാണ്. ഇന്ന് രാവിലെ ഈ 8:45 മണിയോടുകൂടി ചിന്നാർ വനമേഖലയിലെ ചമ്പക്കാട് പരിസരത്ത് ഫയർലൈൻ തെളിക്കാൻ പോയതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കാട്ടുതീ പടരാതിരിക്കാനുള്ള ഫയർലൈൻ തെളിക്കുന്ന നടപടികൾ ഈ ദിവസങ്ങളിലൊക്കെ നടന്നു വരികയായിരുന്നു. അതിനുവേണ്ടി പോയതാണ് രാവിലെ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിമലിനൊപ്പം 5 പേരടങ്ങുന്ന ഒരു സംഘമാണ് പോയത്. അവിടെ വെച്ചാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത്. തുമ്പിക്കൈയിൽ കൊണ്ട് അടിച്ച് എടുത്തെറിയുകയായിരുന്നു എന്നുള്ള നിലയിലാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് നിന്ന് കൂടെ ഉണ്ടായിരുന്നവർ ആനയെ അവിടെ നിന്നുകൊണ്ട് ഓടിക്കാൻ ശ്രമിച്ച് ഓടിച്ച് തുരത്തിയ ശേഷം അവിടെ നിന്ന് വിമലിനെയുമായി ഫാമിലി ഹെൽത്ത് സെന്റർ, മറയൂർ ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ഫാമിലി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചപ്പോഴാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാട്ടാന ആക്രമണത്തിൽ ഇടുക്കി ജില്ലയിൽ ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ദാരുണമായ സംഭവമാണ്. രാവിലെ 8:45 മണിയോടുകൂടിയാണ് മറയൂർ ചിന്നാറിന് സമീപമുള്ള ചമ്പക്കാട് വെച്ച ഫയർലൈൻ തെളിച്ചുകൊണ്ടിരുന്ന ആദിവാസിയായ ആളെ കാട്ടാന ആക്രമിച്ചു കൊല്ലുന്നത്. ഇക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകനാണ് ഈ കൊല്ലപ്പെട്ട വിമൽ. 8:45 മണിയോടുകൂടി 5 പേരടങ്ങുന്ന സംഘമാണ് ഈ പ്രദേശത്ത് ഫയർലൈനായി തെളിക്കാനായി ഈ പ്രദേശത്ത് എത്തിയത്. കാടിനോട് ചേർന്ന് തന്നെ ഫയർലൈൻ തെളിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. ഉള്ളിലേക്ക് കാട്ടുതീ വരികയാണെങ്കിൽ ഉള്ളിലേക്ക് വനത്തിനുള്ളിലേക്ക് പോകാതിരിക്കാനാണ് ഈ ഫയർലൈൻ തെളിക്കുന്ന നടപടികളുള്ളത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെയും അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് 8:45 മണിയോടുകൂടി ഇവർ ചെല്ലുന്നത്. പക്ഷേ ഈ ചമ്പക്കാടിനവിടെ വെച്ച് അപ്രതീക്ഷിതമായി കാട്ടാന ഇവരെ ആക്രമിക്കുകയായിരുന്നു. 5 പേരടങ്ങുന്ന സംഘമാണ്. അതിൽ ഒരാളാണ് മരിച്ചത്. വിമൽ എന്ന ആദിവാസിയാണ് മരിച്ചത്. 57 വയസ്സാണ് വിമലിനുള്ളത്. ഇപ്പോൾ മൃതദേഹം മറയൂരിലെ ഫാമിലി ഹെൽത്ത് സെന്ററിലാണ് ഉള്ളത്. അവിടേക്ക് ആദ്യം പരിക്കുകളോടെയാണ് കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് മരണം അവിടെ വെച്ച് സംഭവിക്കുകയായിരുന്നു. തുടർന്നുള്ള നടപടികൾക്കായി പോലീസും വനവകുപ്പ് ഉദ്യോഗസ്ഥരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉടൻ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കേക്ക് അയക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വളരെ ദാരുണമായ ഒരു സംഭവം. ആദിവാസിയായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ കാട്ടാന ചവിട്ടിക്കൊന്നത്, അല്ലെങ്കിൽ തുമ്പിക്കൈ അടിച്ച ശേഷം എറിയുകയായിരുന്നു എന്നുള്ളതാണ് കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത്. 5 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ ചമ്പക്കാട് പ്രദേശത്തേക്ക് പോയത്. ചിന്നാർ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഈ ചമ്പക്കാട് എന്ന് പറയുന്നത്. അവിടെ തീ പടരാതിരിക്കാനുള്ള ഫയർലൈൻ തെളിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടാകുന്നത്. ഇവർ ഈ കാട്ടാന വരുന്നത് കാണാതെ ഇവർ കാട്ടാനയ്ക്ക് മുമ്പിൽ അകപ്പെടുകയായിരുന്നു. ഒരാൾ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. മറയൂർ ചമ്പക്കാട് സ്വദേശി കൂടിയായ വിമലാണ് കൊല്ലപ്പെട്ടത്. ആദിവാസിയായ ഒരാളാണ്. ഇക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകനാണ്. രാവിലെ അത് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഫയർലൈൻ തെളിക്കുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മൃതദേഹം ഇപ്പോൾ മറയൂരിലെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ആണ് ഉള്ളത്. അവിടേക്ക് പരിക്കുകളോടെ എത്തിക്കുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കിയിലാണ് ഇത്തരത്തിൽ വീണ്ടും അതീവ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇക്കോ ഡെവലപ്മെന്റ് പ്രവർത്തകനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിമൽ ആണ് മരിച്ചത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്ന്.